നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചൈനയുമായുള്ള നിയന്ത്രണ രേഖയ്ക്കടുത്ത് ഹൈവേയിൽ വിമാനമിറങ്ങി ചരിത്രം സൃഷ്ടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് സംവിധാനം അസമിലെ ദിബ്രുഗഡ് ജില്ലയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ റമദാൻ മാസത്തെ വരവേൽക്കാൻ UAE ഒരുങ്ങി. റമദാൻ മാസം സുരക്ഷിതമായി ആചരിക്കാനുള്ള നിർദ്ദേശങ്ങളുമായി പോലീസും ഷാർജ മുനിസിപ്പാലിറ്റി. കുവൈറ്റിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങളുമായി നഗരസഭ. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ നടപടി. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയം ഒഴിവാക്കിയേക്കും. മൂല്യനിർണ്ണയം പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലാക്കുന്നതിനാൽ മാർക്കിൽ പിശക് വരില്ലെന്ന് ബോർഡ്. 10ാം ക്ലാസ്സിൽ പുനർമൂല്യനിർണ്ണയം തുടരും. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിന് സംസ്ഥാന സർക്കാരിന്റെ ആദരം. സംസ്കാരം നാളെ ഔദ്യോഗിക ബഹുമതികളോടെ. ആലിന്റെ അച്ഛനമ്മമാരുടെ തീരുമാനം മഹത്തരമെന്ന് മുഖ്യമന്ത്രി. കരൾ സ്വീകരിച്ച കുഞ്ഞ് നിരീക്ഷണത്തിൽ തുടരുന്നു. മെറ്റബോളിക് ഘടകങ്ങളിൽ പുരോഗതിയെന്ന് ഡോക്ടർമാർ. ദേശീയപാതയിൽ വിമാനമിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ ദിബ്രുഗഡ് ജില്ലയിൽ ആദ്യ എമർജൻസി ലാൻഡിംഗ് സംവിധാനം മോദി ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയിൽ നിർമ്മിച്ച പ്രത്യേക റൺവേയിൽ വ്യോമസേനാ വിമാനത്തിൽ പ്രധാനമന്ത്രിയുടെ ലാൻഡിംഗ് ചരിത്രപരമായി. അടിസ്ഥാന വികസനത്തിന് ഒരു പ്രധാന നാഴികക്കല്ല് കൂടി. അസമിലെ മൊറാനിലുള്ള വടക്കുകിഴക്കൻ മേഖലയിലെ ആദ്യത്തെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ C-130J വിമാനത്തിൽ പറന്നിറങ്ങി പ്രധാനമന്ത്രി. 100 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. അടിയന്തര ഘട്ടങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറന്നുയരാനും ഇറങ്ങാനും കഴിയുന്ന രീതിയിലാണ് റൺവേയുടെ രൂപകൽപ്പന. 40 ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളെയും 74 ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളെയും വഹിക്കാനുള്ള ശേഷിയുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഈ സംവിധാനം നിർണായകമാകുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഹൈവേകളിൽ വാഹനമോടിക്കാൻ മാത്രമല്ല, വേണ്ടിവന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മുടെ സൈനികർക്ക് യുദ്ധകാലത്ത് വിമാനങ്ങളുടെ റൺവേയായും ഉപയോഗിക്കാൻ സാധിക്കും എന്ന് ലോകത്തിന് കാട്ടിത്തരുകയാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. വിശുദ്ധ മാസമായ റമദാൻ സുരക്ഷിതമായി ആചരിക്കാനുള്ള നടപടികൾ പ്രഖ്യാപിച്ച് ദുബായ് പോലീസ്. റോഡ് ഗതാഗത സുരക്ഷ, ഭിക്ഷാടനം തടയൽ എന്നിവയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളാണ് അധികൃതർ പുറപ്പെടുവിച്ചത്. UAEയിൽ ഭിക്ഷാടനം കനത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. റമദാൻ മാസത്തിൽ ഭിക്ഷാടനം തടയുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾ ദുബായ് പോലീസ് ആരംഭിച്ചു. വിശ്വാസികൾ പിന്തുടരുന്ന ജീവകാരുണ്യ രീതികളെ ചൂഷണം ചെയ്യുന്നതിനായാണ് ഭിക്ഷാടകർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം 200-ലേറെ ഭിക്ഷാടകരെയാണ് ദുബായിൽ അറസ്റ്റ് ചെയ്തത്. വ്യാജരേഖകൾ കാണിച്ചും കുട്ടികളെ ഉപയോഗിച്ചുമുള്ള ഭിക്ഷാടനം ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരമറിയിക്കാം. 901 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയോ ദുബായ് പോലീസിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ആണ് വിവരമറിയിക്കേണ്ടത്. നോമ്പുതുറ സമയത്തുള്ള ഗതാഗത തിരക്ക് കുറയ്ക്കാനും റോഡപകടങ്ങൾ തടയാനുമായി ഈ വർഷവും ദുബായ് പോലീസിന്റെ നേതൃത്വത്തിൽ നോമ്പുതുറ കിറ്റുകൾ വിതരണം ചെയ്യും. നഗരത്തിലെ വിവിധയിടങ്ങളിലായി ഇതിനായി വോളണ്ടിയേഴ്സിനെ നിയോഗിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അനുമതിയില്ലാതെ പടക്കങ്ങൾ സൂക്ഷിക്കുന്നതും ഉപയോഗിക്കുന്നതും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഇഫ്താർ സമയം അറിയിച്ചുകൊണ്ടുള്ള പീരങ്കികൾ നഗരത്തിലെ 19 ഇടങ്ങളിൽ മുഴങ്ങുമെന്നും ദുബായ് പോലീസ് അറിയിച്ചു. എക്സ്പോ സിറ്റി, ബുർജ് ഖലീഫ, ദമാഖീൽസ് ഉൾപ്പെടെയുള്ള 6 സ്ഥിരം കേന്ദ്രങ്ങളിലും മൊബൈൽ പീരങ്കി എത്തുന്ന 13 സ്ഥലങ്ങളിലുമാണ് ഇഫ്താർ സമയം അറിയിക്കുന്ന പീരങ്കികൾ മുഴങ്ങുക. അമൃത ന്യൂസ്, ദുബായ്. റമദാൻ മാസത്തിൽ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കുമുള്ള മാർഗനിർദ്ദേശങ്ങൾ ഷാർജ മുനിസിപ്പാലിറ്റി പുറപ്പെടുവിച്ചു. പകൽ സമയത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രത്യേക അനുമതി ആവശ്യമാണ്. റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ നോമ്പുതുറ സമയത്തിന് മുൻപ് ഭക്ഷണം പ്രദർശിപ്പിക്കുന്നതിനും മുൻകൂർ അനുമതി ആവശ്യമാണ്. ഇതിനായുള്ള പെർമിറ്റുകളുടെ വിതരണം ഷാർജ നഗരസഭ ആരംഭിച്ചു. മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് വഴിയോ അംഗീകൃത സേവന കേന്ദ്രങ്ങൾ വഴിയോ ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കാം. റെസ്റ്റോറന്റിന് പുറത്ത് ഭക്ഷണം പാകം ചെയ്യാൻ അനുവദിക്കില്ല. വൃത്തിയുള്ള ഇടങ്ങളിൽ തുരുമ്പെടുക്കാത്ത ലോഹപാത്രങ്ങളിൽ മാത്രമേ ഭക്ഷണം പ്രദർശിപ്പിക്കാൻ പാടുള്ളൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
കുവൈറ്റിൽ ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ച് കുവൈറ്റ് നഗരസഭ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. രാജ്യത്തെ പൗരന്മാരിലും താമസക്കാരിലും ദേശീയ മൂല്യങ്ങൾ വളർത്തിയെടുക്കുന്നതിന്റെയും കുവൈറ്റ് പതാകയുടെ പ്രതീകാത്മകതയെ ബഹുമാനിക്കേണ്ടതിന്റെയും പ്രാധാന്യം പബ്ലിക് റിലേഷൻ ഡയറക്ടറും മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വക്താവുമായ മുഹമ്മദ് സാൻദൻ പറഞ്ഞു. പതാക ഉയർത്തുമ്പോൾ കൊടിമരത്തിന്റെ മുൻവശത്താണ് പതാകയുടെ കറുത്ത വർണ്ണത്തിലുള്ള ഭാഗം വരേണ്ടത്. പതാകയുടെ മുകൾ ഭാഗത്ത് ഹരിതവർണ്ണവും മധ്യഭാഗത്ത് വെളുത്ത വർണ്ണത്തിലുള്ള ഭാഗവും വരണം. പതാകയുടെ ചുവന്ന വർണ്ണത്തിലുള്ള ഭാഗം പതാകയുടെ അടിഭാഗത്തായിരിക്കണം. പതാക വേഗത്തിൽ ഉയർത്തുകയും സാവധാനത്തിലും ബഹുമാനത്തോടെയും താഴ്ത്തുകയും ചെയ്യണം. കീറിയതോ കേടുപാടുകൾ സംഭവിച്ചതോ ആയ പതാക ഉപയോഗിക്കരുത്. പതാക തലകീഴായി ഉയർത്തൽ, എഴുത്തോ ചിത്രങ്ങളോ ഉള്ള പതാക ഉപയോഗിക്കൽ, നിലം സ്പർശിക്കുന്ന നിലയിൽ പതാക ഉയർത്തൽ, സ്വകാര്യ കെട്ടിടങ്ങളിൽ ദേശീയ പതാക തുടർച്ചയായി പ്രദർശിപ്പിക്കൽ, പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കൽ എന്നിവ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമായിരിക്കുമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ പുനർമൂല്യനിർണ്ണയം ഒഴിവാക്കിയേക്കും. ഈ വർഷം തന്നെ നടപ്പാക്കാനാണ് ആലോചന. മൂല്യനിർണ്ണയം പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലാക്കുന്നതിനാൽ കുറ്റമറ്റതാകും എന്നാണ് ബോർഡ് വിലയിരുത്തൽ. ഓൺ സ്ക്രീൻ മാർക്കിംഗ് രീതിയിൽ ഉത്തരക്കടലാസുകൾ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ഡിജിറ്റലായി മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയാണ് ആലോചിക്കുന്നത്. അധ്യാപകർ കമ്പ്യൂട്ടറിലൂടെ മാർക്ക് രേഖപ്പെടുത്തുന്ന ഈ സംവിധാനം പരീക്ഷകളിൽ മാർക്ക് കൂട്ടുന്നതിലെ പിഴവുകൾ ഒഴിവാക്കാനും വേഗത്തിലുള്ള മൂല്യനിർണ്ണയത്തിനും സഹായിക്കും. മാർക്കുകൾ കൂട്ടുന്നതിലോ അപ്ലോഡ് ചെയ്യുന്നതിലോ ഉണ്ടാകുന്ന മനുഷ്യസഹജമായ പിഴവുകൾ ഇതിലൂടെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഇതോടെ പുനർമൂല്യനിർണ്ണയത്തിന്റെ ആവശ്യം തന്നെ ഇല്ലാതാകുമെന്നുമാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. ഡിജിറ്റൽ രീതിയാകുന്നതോടെ മൂല്യനിർണ്ണയം കൂടുതൽ സുതാര്യമാകുന്നതോടൊപ്പം പരീക്ഷാഫലം മുൻവർഷത്തേക്കാൾ വേഗത്തിൽ പ്രസിദ്ധീകരിക്കാനും സാധിക്കും. ഫെബ്രുവരി 17 ആരംഭിക്കുന്ന പരീക്ഷാ കാലയളവിൽ തന്നെ പുതിയ രീതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് CBSE ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 46 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതുന്നത്. അതേസമയം 10ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയം നിലവിലുള്ള ഫിസിക്കൽ രീതിയിൽ തന്നെ തുടരും. അതിനാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സൗകര്യവും ലഭിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരള ജനതയുടെ ഉള്ളുലച്ച് വിട പറഞ്ഞ ആലിൻ ഷെറിൻ എബ്രാഹിമിന്റെ സംസ്കാരം സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നടക്കും. 5 പേർക്ക് പുതുജീവനേകി കടന്നുപോകുന്ന കുഞ്ഞു മാലാഖയെ നാട് ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയയക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ആലിൻ ഷെറിൻ എബ്രഹാം, ഈ പേര് കാലം എത്ര കടന്നുപോയാലും മലയാളികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുമെന്ന് തീർച്ചയാണ്. 1 വയസ്സ് പൂർത്തിയാകാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലോകത്തോട് വിട പറഞ്ഞ കുരുന്ന്, മരണത്തിലും നന്മയുടെ നല്ല പാഠം പകർന്നു നൽകിയ കുഞ്ഞു മാലാഖ. 5 പേർക്ക് പുതുജീവനേകിയാണ് ആലിന്റെ മടക്കം. കുഞ്ഞു വേർപിരിഞ്ഞതിന്റെ തീരാനോവിനിടയിലും അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായി മുന്നോട്ട് വന്ന ആലിന്റെ മാതാപിതാക്കളുടെ തീരുമാനം മഹത്തരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, നേത്രപടലങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണും തയ്യാറായതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ മാറി. ആലിനിൽ നിന്നും സ്വീകരിച്ച അവയവങ്ങൾ നിലവിൽ 2 കുഞ്ഞുങ്ങൾക്ക് നൽകാൻ സാധിച്ചു. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. അവയവദാന രംഗത്ത് കേരള സമൂഹത്തിന് മുന്നിലായി വലിയൊരു മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ് ആലിൻ ഷെറിന്റെ മാതാപിതാക്കൾ. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ആലിന് നമ്മുടെ നാട് ഔദ്യോഗിക ബഹുമതികൾ നൽകി യാത്രയാക്കുമെന്നും മുഖ്യമന്ത്രി കുറിപ്പിൽ വ്യക്തമാക്കി. മഹാനടൻ മോഹൻലാൽ അടക്കമുള്ളവർ ആലിന്റെ മാതാപിതാക്കൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്തെത്തി. തന്റെ സഹജീവികളായ ചില കുരുന്നു ജീവനുകൾക്ക് പുനർജന്മത്തിന്റെ പ്രതീക്ഷകൾ നൽകിയാണ് ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖ ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഈ ലോകം മനോഹരമായി നിലനിൽക്കുന്നത് തന്നെ ഇതുപോലെയുള്ള നിസ്വാർത്ഥ സ്നേഹങ്ങളുടെ നിറവെളിച്ചം കൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നു. മറ്റു കുട്ടികളുടെ ജീവൻ കൂടി മുന്നിൽ കണ്ട മാതാപിതാക്കളായ അരുണും ഷെറിനും എടുത്ത തീരുമാനം എല്ലാ മനുഷ്യർക്കുമുള്ള സന്ദേശമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശന ഹർജികൾ സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഹർജികൾ ലിസ്റ്റ് ചെയ്ത് സുപ്രീംകോടതി റിവ്യൂ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കും. 9 ബെഞ്ച് രൂപീകരിക്കുന്നതിലും തീരുമാനമുണ്ടാകും. സംസ്ഥാനത്ത് ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയ ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും തുറക്കുന്നു. ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിക്കുന്ന വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികളാണ് പരിഗണിക്കുന്നത്. 44ാമത്തെ കേസായിട്ടായിരിക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3 അംഗ ബെഞ്ച് കേസ് പരിഗണിക്കുക.
9 അംഗ ബെഞ്ച് രൂപീകരിക്കുന്നതിലും തീരുമാനമുണ്ടാകും. 2019 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം അവസാനമായി സുപ്രീം കോടതി പരിഗണിച്ചത്. അന്ന് കേസ് പരിഗണിച്ചപ്പോൾ ഉണ്ടായിരുന്ന ജഡ്ജിമാരിൽ അവശേഷിക്കുന്ന ഏകയാളാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നേരത്തെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായിരുന്നു സംസ്ഥാന സർക്കാർ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും കോടതിയെ അറിയിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ആഗോള അയ്യപ്പ സംഗമം ദൂർത്തല്ലെന്ന വാദവുമായി ദേവസ്വം ബോർഡ് രംഗത്ത്. റിപ്പോർട്ടിന്റെ പേരിൽ വാസ്തവമല്ലാത്ത കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. നന്ദഗോവിന്ദം ഭജൻസിനുള്ള തുക കാണിച്ചത് പിശകാണെന്നും വരവ് ചിലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല എന്നും ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ സംബന്ധിച്ച് വന്ന പ്രചാരണത്തിലാണ് ദേവസ്വം ബോർഡ് വാർത്താക്കുറിപ്പ് ഇറക്കിയത്. ഗസ്റ്റ് ഹൗസ് നവീകരണത്തിന്റെ ഭാഗമായി തുക വകയിരുത്തിയതിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങിയതിന് 1 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന രീതിയിൽ പ്രചാരണം നടത്തിയത് പ്രതിഷേധാർഹമാണെന്നും നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശക് സംഭവിച്ചതാണെന്നും വ്യക്തമാക്കുന്നു. ഇഷാൻ ദേവിന്റെ സംഗീത ആവിഷ്കാരത്തിന് 8 ലക്ഷം രൂപയാണ് റിഹേഴ്സലിനും ഭക്ഷണത്തിനും താമസത്തിനുമടക്കം ചെലവായത്. റിപ്പോർട്ട് കോടതിയിൽ വേഗത്തിൽ സമർപ്പിക്കേണ്ടി വന്നതിനാലാണ് പൊരുത്തക്കേടുകൾ ഉണ്ടായത്. ബില്ലുകളുടെ സുതാര്യത ഉറപ്പാക്കി മാത്രമായിരിക്കും തുടർ നടപടി ഉണ്ടാവുക. വരവ് ചെലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല. 3 കോടി രൂപ സ്പോൺസർഷിപ്പ് തുകയായി ലഭിച്ചു. അദാനി ഗ്രൂപ്പ് 1 കോടി നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തർക്കും തൊഴിലാളികൾക്കും അയ്യപ്പ സംഗമത്തിനെത്തിയ എല്ലാവർക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഈ മാസം 17 ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വിഷയം വിശദമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് ചർച്ചയായതോടെ സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ വിശദീകരണം എന്നതും വ്യക്തമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ദേവസ്വം ബോർഡിന് നൽകിയ പണം തിരിച്ചടച്ചിട്ടുണ്ടെന്ന് മന്ത്രി VN വാസവൻ. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞത് ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും അടക്കമുള്ളവർ നടത്തുന്ന പ്രസ്താവനകളിൽ പൊതുജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരുമെന്നും VN വാസവൻ കോട്ടയത്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന കണക്ക് ശരിയല്ലെന്നും ഇപ്പോൾ പുറത്തുവന്നത് എസ്റ്റിമേറ്റ് മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പ്രതികരിച്ചു. ഈ കണക്കുകളൊന്നും കൊടുത്ത കണക്കല്ല, കൃത്യമായ കണക്കല്ല, അത് എസ്റ്റിമേറ്റ് ആണ്. അതിനുശേഷമുള്ള കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് വരട്ടെ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എന്തിനാ ഇത്ര മനോരമകളുടെ വെപ്രാളം? ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടും ക്രമക്കേട് നടന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയവരെ ഇപ്പോൾ കാണാനില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു. കോടികളാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ കൊള്ളയടിച്ചത്. അതിന് കണക്ക് പറഞ്ഞേ മതിയാവൂ. ആരാണ് അതിന് ഉത്തരവാദിയെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ മതിയാവൂ. ഈ കൊള്ള തുടരുകയാണ്. 2019 കൊള്ള നടത്തി, 2024 കൊള്ള നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമുണ്ടായി കേരളം മുഴുവൻ നിൽക്കുന്ന സമയത്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടത്തിയ തട്ടിപ്പ്. അത് ഗൗരവതരമായി അന്വേഷിക്കണം. അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന ശൈലി CPM അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമല സ്വർണ്ണക്കൊള്ള വെള്ളപൂശാൻ കൊണ്ടുവന്ന അയ്യപ്പ സംഗമം അതിനേക്കാൾ വലിയ കൊള്ളയായി മാറിയെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിൽ നടന്നത് വൻ ക്രമക്കേടെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു. 7 കോടി രൂപയുടെ സംഗമം സംഘടിപ്പിച്ച ശേഷമാണ് സ്പോൺസർമാരെ തേടി നടക്കുന്നത്. ശരിയായ അന്വേഷണം നടന്നാൽ പലരും അഴിയെണ്ണേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തിയുണ്ടെന്നും അദ്ദേഹം കോഴിക്കോട് പ്രതികരിച്ചു. പോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും ജാമ്യം പത്മകുമാറിനെ പുറത്തിറക്കാനുള്ള തന്ത്രമാണെന്നും അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം നൽകുന്നത് വൈകിപ്പിക്കുന്നതെന്ന് PV അൻവറും ആരോപിച്ചു. UAE കാത്തിരിക്കുന്ന എത്തിഹാദ് ട്രെയിൻ സർവീസിന്റെ ആദ്യ യാത്രയിലെ ക്യാപ്റ്റന്മാരുടെ വിശദാംശങ്ങൾ എത്തിഹാദ് റെയിൽ പുറത്തുവിട്ടു. വനിതാ ക്യാപ്റ്റനായ സാറ അൽ മസ്റൂയിയും ഇബ്രാഹിം അൽ ഹമദിയുമാണ് ആദ്യ യാത്രയിൽ ട്രെയിനുകൾ നിയന്ത്രിക്കുക. ഒരു വനിതാ ക്യാപ്റ്റൻ ഉൾപ്പെടെ 2 പേരാണ് UAE കാത്തിരിക്കുന്ന എത്തിഹാദ് ട്രെയിനിന്റെ ആദ്യ യാത്രയെ നിയന്ത്രിക്കുക. സ്വദേശികളായ വനിതാ ക്യാപ്റ്റൻ സാറ അൽ മസ്റൂയിക്കും ഇബ്രാഹിം അൽ ഹമദിക്കുമാണ് ആ ചരിത്ര നിയോഗം. ഇതിനായി 2 ക്യാപ്റ്റന്മാരും പൂർണ്ണമായും സജ്ജരാണെന്ന് എത്തിഹാദ് റെയിൽ വ്യക്തമാക്കി.
സുപ്രധാന പദ്ധതികളിൽ എമിറാത്തി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയെന്ന രാജ്യത്തിന്റെ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമാണ് 2 ക്യാപ്റ്റന്മാരുടെ ദൗത്യമെന്നും ഇത്തിഹാദ് റെയിൽ വിശദീകരിച്ചു. വിവിധ ഘട്ടങ്ങളുണ്ടായിരുന്ന കൃത്യമായ പരിശീലനം നേടിയാണ് സാറ അൽ മസ്രൂയിയും ഇബ്രാഹിം അൽ ഹമദിയും ആദ്യ ട്രെയിൻ യാത്രയ്ക്ക് സജ്ജരായത്. റെയിൽവേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സാങ്കേതിക പരിശീലനങ്ങൾ, റെയിൽ ശൃംഖലകൾ സംബന്ധിച്ചുള്ള പ്രത്യേക പരിശീലനം എന്നിവ 2 പേരും പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചരക്ക് ട്രെയിനുകൾ നിയന്ത്രിച്ചുള്ള പ്രായോഗിക പരിശീലനവും നേടിയിട്ടുണ്ട്. UAE വിവിധ എമിറേറ്റുകളെയും പ്രധാന പ്രദേശങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇത്തിഹാദ് ട്രെയിൻ സർവീസ് ഈ വർഷം തന്നെ ഓടിത്തുടങ്ങും. യാത്രികർക്ക് സുഖകരവും ആധുനികവുമായ യാത്രാ സൗകര്യം ഒരുക്കുമെന്ന് ഇത്തിഹാദ് റെയിൽ അറിയിച്ചു. UAE 11 നഗരങ്ങളെയും പ്രധാന പ്രദേശങ്ങളെയുമാണ് ഇത്തിഹാദ് ട്രെയിനുകൾ ബന്ധിപ്പിക്കുന്നത്. പരമാവധി 200 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന 13 ട്രെയിനുകളാണ് നിലവിൽ സർവീസിന് സജ്ജമായിരിക്കുന്നത്. ഒരു ട്രെയിനിൽ പരമാവധി 400 യാത്രക്കാരെ ഉൾക്കൊള്ളും. അമൃത ന്യൂസ്, ദുബായ്. ജോലി ആവശ്യാർത്ഥം UAE യാത്ര തിരിക്കുന്ന മലപ്പുറം ജില്ലാ KMCC വോളണ്ടിയർ വിംഗ് ക്യാപ്റ്റൻ മെഹബൂബ് പടിക്കലിന് മലപ്പുറം ജില്ലാ KMCCയുടെ നേതൃത്വത്തിൽ ഷർഫിയയിൽ വെച്ച് യാത്രയയപ്പ് നൽകി. സൗദി നാഷണൽ KMCC സെക്രട്ടറി നാസർ വെളിയംകോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ KMCC പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ടുപറമ്പ് അധ്യക്ഷത വഹിച്ചു. ഇസ്മായിൽ മുണ്ടക്കുളം, നാസർ മച്ചിങ്ങൽ, മുഹമ്മദ് അരിമ്പ്ര, സൈദലവി പുളിയങ്കോട് തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ അടുക്കള കൂട്ടായ്മ കഴിഞ്ഞ വർഷങ്ങളിൽ തുടർച്ചയായി നടപ്പാക്കിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ വർഷവും ഒരു നേരത്തെ ആഹാരം എന്ന മനുഷ്യ സ്നേഹപരമായ പദ്ധതിയുമായി രംഗത്തെത്തി. ഒരു നേരത്തെ ആഹാരം എന്ന പദ്ധതിയുടെ ഈ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ജിദ്ദയിൽ നിന്നാണ് തുടക്കം കുറിച്ചത്. ജിദ്ദയിലെ ഭക്ഷണ വിതരണം ആദ്യഘട്ടം ജിദ്ദയിലെ ഉപ്പുപാടം പ്രദേശത്തും 2ാം ഘട്ടം ബലദിയ ക്യാമ്പിലും സംഘടിപ്പിച്ചു. മലബാർ അടുക്കള അംഗങ്ങൾ സ്വരൂപിച്ച ധനസഹായം ഉപയോഗിച്ച് 700-ലധികം ആളുകൾക്ക് മന്തി ഭക്ഷണം ഉൾപ്പെടെയുള്ള ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു. ജിദ്ദ കോർഡിനേറ്ററും പരിപാടിയുടെ മോഡറേറ്ററുമായ കുബ്ര ലത്തീഫ് നേതൃത്വം നൽകിയ പരിപാടിയിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷംസീർ നജ്മുദ്ദീൻ, ആഷിക റംനാസ്, സാഹിറ സവാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ ഭാരതമേള സംഘടിപ്പിച്ചു. ദഹിയ ഗൾഫ് അറേബ്യൻ സ്ട്രീറ്റിലെ ചില്ലീസ് ഗ്രീൻ ഐലൻഡിന് സമീപം വെച്ച് നടന്ന പരിപാടി ഇന്ത്യൻ അംബാസിഡർ പരിമിത ത്രിപാഠി ഉദ്ഘാടനം ചെയ്തു. പഞ്ചവാദ്യത്തോടെയായിരുന്നു മേളയുടെ തുടക്കം. ഇന്ത്യൻ ഭക്ഷ്യവിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന വിവിധ പരിപാടികളും മേളയെ ആകർഷകമാക്കി. ഭാരത് മേള is a festival of togetherness. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക കളിസ്ഥലവും ഇവിടെ ഒരുക്കിയിരുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വാണിജ്യ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ, വിവിധ പവലിയനുകൾ, വിവിധ ഇന്ത്യൻ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള കലാപരിപാടികൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള വസ്ത്രങ്ങളുടെ പ്രദർശനം, ഭക്ഷണശാലകൾ തുടങ്ങിയവയും മേളക്ക് മാറ്റുകൂട്ടി. ഉച്ച 12 മണിയോടെ ആരംഭിച്ച മേള രാത്രി 7 മണിവരെ തുടർന്നു. പ്രവേശനം സൗജന്യമായിരുന്നു. ഇന്ത്യൻ എംബസിയുടെ ഭാരതമേള നടക്കുന്ന മൈതാനിയിൽ നിന്നും അനിൽ കെ നമ്പ്യാർ, അമൃത ന്യൂസ്, കുവൈറ്റ്. പുണ്യനഗരമായ മക്കയിലെ ടാക്സി സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ആധുനികവും ആകുന്നു. മക്ക ടാക്സി എന്ന് രേഖപ്പെടുത്തിയ പുതിയ ടാക്സികളിൽ ടാക്സിയുടെ പിൻ സീറ്റുകളിൽ അത്യാധുനിക സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. യാത്രക്കാരൻ സീറ്റിൽ ഇരിക്കുന്ന നിമിഷം തന്നെ വാഹനത്തിലെ മീറ്റർ തനിയെ പ്രവർത്തിച്ചു തുടങ്ങും. യാത്ര അവസാനിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന് അനുസരിച്ചുള്ള തുക രേഖപ്പെടുത്തിയ പ്രിന്റഡ് ബിൽ യാത്രക്കാരന് ഉടൻ ലഭിക്കുന്നതാണ്. യാത്രക്കാരിൽ നിന്ന് അമിത കൂലി ഈടാക്കുന്നത് തടയാനും സേവനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ പരിഷ്കാരം നടപ്പാക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ ഉറച്ച കെ മുരളീധരൻ കോൺഗ്രസ് നേതൃത്വത്തെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. തിങ്കളാഴ്ച KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാൻ ഇരിക്കെയാണ് കെ മുരളീധരൻ നിലപാട് വ്യക്തമാക്കിയത്. ഇതോടെ വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളം ഒരുങ്ങുന്നത്. അതേസമയം വട്ടിയൂർക്കാവിൽ മത്സരിക്കുമോ എന്ന് പാർട്ടി തീരുമാനിക്കുമെന്നും മുരളീധരൻ പ്രതികരിച്ചു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കുമോ എന്ന ചർച്ചകൾ ഏറെ നാളുകളായി സജീവമാണ്. കെ മുരളീധരന്റെ തട്ടകം കൂടിയായ വട്ടിയൂർക്കാവിൽ പക്ഷേ CPM-നും BJP-ക്കും ശക്തമായ വേരോട്ടമാണുള്ളത്.
സിറ്റിംഗ് MLA VK പ്രശാന്ത് CPMന്റെ മണ്ഡലത്തിലെ ശക്തനായ പോരാളിയാണ്. അതുകൊണ്ട് തന്നെ VK പ്രശാന്തുമായി ഏറ്റുമുട്ടുന്നത് K മുരളീധരന് വെല്ലുവിളിയാകുമെന്ന പ്രചാരണവും ശക്തമായിരുന്നു. തിരുവനന്തപുരം സെൻട്രൽ, കോഴിക്കോട്, പാലക്കാട്, ഗുരുവായൂർ തുടങ്ങി പല മണ്ഡലങ്ങളിലും ഇതിനോടകം തന്നെ K മുരളീധരന്റെ പേരുകളും ഉയർന്നിരുന്നു. പലയിടങ്ങളിലും DCCയുടെ താല്പര്യവും മുരളീധരൻ തന്നെയായിരുന്നു. എന്നാൽ ചർച്ചകൾക്ക് വിരാമമിട്ടുകൊണ്ട് വട്ടിയൂർക്കാവ് തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് K മുരളീധരൻ. ഇക്കാര്യം നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയില്ല. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, K മുരളീധരൻ ഭയന്നോടുന്നവനല്ല. അത്രേ ഞാൻ പറയും. തിങ്കളാഴ്ച ഇന്ദിരാഭവനിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ 1ാം ഘട്ട സ്ഥാനാർത്ഥി നിർണയം ചർച്ചയാകും. അതിനു മുന്നോടിയായാണ് വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ മുരളീധരൻ നിലപാടറിയിച്ചിരിക്കുന്നത്. KPCCയുടെയും കനകോലുവിന്റെയും സർവേ റിപ്പോർട്ടിൽ വട്ടിയൂർക്കാവ് ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി മുരളീധരനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 2011 K മുരളീധരൻ CPM സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് 16,000 വോട്ടുകൾക്ക് തോൽപ്പിച്ചത്. 2016 BJPയുടെ കുമ്മനം രാജശേഖരനെ 7,000-ത്തിലധികം വോട്ടുകൾക്ക് മുരളീധരൻ തോൽപ്പിച്ചിരുന്നു. കുമ്മനത്തിന്റെ മികച്ച പ്രകടനത്തിൽ വട്ടിയൂർക്കാവ് BJPയുടെ A+ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. 2026 K മുരളീധരൻ വീണ്ടും കളത്തിലിറങ്ങുന്നതോടെ വട്ടിയൂർക്കാവ് തീപാറുന്ന പോരാട്ടത്തിനാകും സാക്ഷ്യമാകുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതിവേഗ റെയിൽ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിയാണ് കേന്ദ്ര നഗരകാര്യ മന്ത്രിക്ക് കത്തയച്ചത്. സിൽവർ ലൈനിന് പകരം RRTS നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ റെയിൽ പദ്ധതിയുമായി സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനാകൂ. പദ്ധതിയുടെ DPR തയ്യാറാക്കാനുള്ള അനുമതി തേടിയാണ് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചത്. 20% കേന്ദ്ര സംസ്ഥാന സഹായവും 60% അന്താരാഷ്ട്ര ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 1.92 ലക്ഷം കോടിയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതിയായതിനാൽ ആദ്യം DPRന് അനുമതി വേണ്ടത് കേന്ദ്ര നഗരവികസനകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ്. RRTS പദ്ധതിക്ക് മന്ത്രിസഭ തത്വത്തിൽ അംഗീകാരം നൽകിയ കാര്യം മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. 2025 സെപ്റ്റംബറിൽ കൊച്ചിയിൽ നടന്ന അർബൻ കോൺക്ലേവിൽ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മേഖലകൾ അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിലവിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ സമ്മർദ്ദത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഗതാഗത കുരുക്കും വാഹനാപകടങ്ങളും കുറയ്ക്കാനായി വേഗതയേറിയ ഒരു പൊതുഗതാഗത സംവിധാനം അത്യാവശ്യമാണെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടർ അയച്ച കത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. Can you feel that? Dreams on backs with the crest held high. One more ball and we touch the sky. T20 ലോകകപ്പിൽ നാളെ ഇന്ത്യ-പാക് മത്സരം. കൊളംബോയിലെ R. പ്രേമദാസ സ്റ്റേഡിയത്തിലാണ് മത്സരം. അഭിഷേക് ശർമ്മ മത്സരത്തിൽ കളിക്കാൻ സാധ്യതയില്ല. ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ സഖ്യം ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തേക്കും. ലോകകപ്പിൽ ഇതുവരെ കളിച്ച 2 മത്സരങ്ങളിലും വിജയിച്ചാണ് ഇരു ടീമുകളും എത്തുന്നത്. നിലവിൽ പോയിന്റ് പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും 4 പോയിന്റുകളുമായി ഒപ്പത്തിനൊപ്പമാണെങ്കിലും മികച്ച നെറ്റ് റൺ റേറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയാണ് ഒന്നാമത്. ഇതോടെ മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.